ഹായ് ഫ്രണ്ട്സ്, കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിസ് ജോഷി. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ പുഷപ്പ് സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ബോഡി പവർ വർദ്ധിപ്പിക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ജിമ്മിലൊന്നും പോകാത്തവർക്ക് അതുപോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാത്തവർക്കൊക്കെ വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത്. കാരണം ഇത് അധികം ചിലവില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഹാൻഡ് മെയ്ഡാണ്. നിങ്ങൾക്കിത് ഷോപ്പിൽ നിന്നോ അതല്ല ഓൺലൈനിൽ നിന്ന് അധികം വിലയില്ലാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോഴൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെൻ്റ് എന്നുള്ള രീതിയേക്കാൾ കൂടുതൽ നമ്മളിപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു മെത്തേഡിലുള്ള മൂവ്മെൻറ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോർമലിലുള്ള കുറച്ച് പുഷപ്സിൻ്റെ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈറ്റായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ആദ്യം ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ നോർമൽ പുഷപ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് പോലെ ഇതുപോലെ വേണ്ട ഷോൾഡറിൻ്റെ ആ ഒരു ചരിവിലേക്ക്, ഇതുപോലെ ഷോൾഡറിൻ്റെ ഒരു ചരിവിലേക്ക് വേണ്ട കൈ ഇതുപോലെ ഒന്ന് ബെൻഡാവുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു പൊസിഷൻ വേണ്ട കുറച്ചൊന്ന് വൈഡ് ആയിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് ഇതൊന്ന് ചരിച്ച് വെക്കുക. ഇവിടുന്ന് കൈ വെച്ചിട്ട് ബോഡി താഴേക്ക് ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്ത് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഒരു 15 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഞാനിത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പോവുകയാണ്. അടുത്തതായിട്ട് ഇത് കുറച്ചുകൂടി വൈഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വൈഡ് ചെയ്ത് വെക്കാൻ നേരത്തെ നമ്മുടെ ഷോൾഡർ കണ്ട ഈ പാരലായിട്ട് ഇങ്ങനെ വരുന്ന ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു പൊസിഷൻ രണ്ടാമതായിട്ട് തിരഞ്ഞെടുക്കുക. കൈകൾ വേണ്ട ഇവിടെ വെച്ചിട്ട് നമ്മുടെ കൈ ഇതുപോലെ എൽ ഷേപ്പിലാണ് കൈ വരുന്നത്. ബോഡി ഫുള്ളായിട്ട് താഴേക്ക് വരും. ഇവിടെ നിന്ന് ഈ ഒരു മൂവ്മെൻറ്റ് രണ്ടാമതായിട്ട് ചെയ്യാം. ഇതും ഒരു 15 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് നോക്കാം. നമ്മൾ നോർമൽ പുഷപ്സ് ചെയ്യുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഡൗൺ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ഈ ലെവലിൽ തന്നെ വെച്ചിട്ട് ഒരു കൈ മാത്രം ഇതുപോലെ ഈ സ്റ്റാൻഡ് ഉൾപ്പെടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. തിരിച്ച് താഴേക്ക് വെക്കുക. വീണ്ടും ഡൗൺ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റാൻഡ് ഇതുപോലെ വീണ്ടും ഡൗൺ ചെയ്യുമ്പോൾ ഇതുപോലെ ചേഞ്ച് ചെയ്ത് രണ്ട് സൈഡിലേക്കും ചേഞ്ച് ചെയ്ത് 15 തവണ വീതം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അടുത്തൊരു മൂവ്മെൻറ്റായിട്ട് ടൈസൺ പുഷപ്പ് എന്നാണ് ഈ ഒരു പുഷപ്പിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി കൈ താഴെ വെച്ചെടുക്കുന്നതാണ് സെയിം. നിങ്ങൾ ആ ഒരു മൂവ്മെൻറ്റ് ഇതിൽ തന്നെ വെച്ചെടുക്കുക. ഇനി കാല് വെക്കുമ്പോഴത്തേക്കും കണ്ട ഇതുപോലെ നമ്മൾ ലെഗ് ഇങ്ങനെ വെച്ചിട്ട് ബോഡി ബാക്കിലേക്കുണ്ട് ഈ ഒരു പൊസിഷനിലേക്കാണ് ബോഡി ഡൗൺ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടാ ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക. വീണ്ടും ബാക്ക് തന്നെ പോവുക. ഇവിടെ നിന്ന് ബോഡി ഇതിലേക്ക്. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് അടുത്തതായിട്ട് ചെയ്യാം. ഇതും 15 തവണ വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ള കൈയുടെ ഷോൾഡറിൻ്റെ ഒക്കെ ഒരു ഫോഴ്സ് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി നോർമലി എന്താ ഇതുപോലെ ഇരിക്കുക. താഴെ ഇരുന്നിട്ട് ഇത് രണ്ടും ഇതിൻ്റെ സൈഡിലാട്ടോ നമ്മൾ സീറ്റിൻ്റെ 2 വശത്തായിട്ട് ഇങ്ങനെ വെക്കുക. ഇതിലേക്ക് നല്ല ബലം കൊടുത്തുകൊണ്ട് പിടിക്കുക. ഇനി ചെയ്യേണ്ടത് കാല് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. മുട്ടുകാല് വളയാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് ഇതിലേക്ക് ഫോഴ്സ് കൊടുക്കുക. ബോഡി ടോട്ടലി ഇങ്ങനെ ഒന്ന് അപ്പ് ചെയ്ത് നിർത്തുക. നിങ്ങൾക്ക് ആദ്യ സമയം എത്ര ടൈം നിൽക്കാൻ പറ്റും ആ ഒരു ഇതിൽ ഒരു 5 സെക്കൻഡ് അതുപോലെ 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഡ്യൂറേഷൻ കൂട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇത് നമുക്ക് സ്ട്രെങ്ത്ത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓരോ ദിവസം തോറും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈമൊക്കെ ഈ ഒരു അപ്പ് കിട്ടില്ല. അത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആയിരിക്കും ഇത് ഉയരാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ വെയിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പതിയെ വേണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാലിലേക്ക് ഒരു ഫ്രീ ആക്കി എടുത്തുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ഇത്തവണ നമ്മൾ ഇതിലേക്കൊന്ന് ഫോഴ്സ് കൊടുക്കുക. എന്നിട്ട് കയ്യിലേക്ക് ബോഡിയുടെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുവാണ്. അപ്പോൾ കൈ ഇതിലേക്ക് നല്ല ഫോഴ്സ് കൊടുക്കുക. പിന്നെ ഇതുപോലെ സീറ്റ് ഒന്ന് റൈസ് ചെയ്യുക. ഹീലൊന്ന് റൈസ് ചെയ്തിട്ട് കണ്ട ടോയിൽ വരിക. ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ എൽബോ മുട്ട് കൈയിലേക്ക് കാലിൻ്റെ കാൽമുട്ട് ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് നന്നായിട്ടൊന്ന് ബോഡി ഒന്ന് ഫ്രണ്ടിലേക്ക് ഒരു അല്പം ഒന്ന് ബാലൻസ് ചെയ്യുക. അതോടൊപ്പം ബാക്കിലെ ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. വളരെ ശ്രദ്ധിച്ച്
കുറച്ച് ദിവസം നിങ്ങൾ ട്രെയിൻ ചെയ്ത് പതിയെ ചെയ്ത ശേഷം മാത്രം വേണം. കാരണം മുന്നിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല താഴെ ഇടിച്ച് ഇഞ്ചുറി ആവും. അപ്പോൾ ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക. ലുക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടുന്ന അത്ര സമയം ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 3 തവണയായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ സെയിം തന്നെയാണ്, പക്ഷേ നമ്മൾ കാലിലേക്ക് കൈമുട്ട് വെച്ച് സപ്പോർട്ട് കൊടുത്തെടുത്ത് കാല് ഫ്രീ ആക്കിയിട്ട് ബോഡിയിലേക്കാണ് ആ ഒരു കൈ സപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലെഗ് ഒന്ന് മുകളിലേക്കൊന്ന് റേസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ കുറച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ആ ബിഗിനിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പുകളൊക്കെ മാത്രം ആദ്യം ചെയ്യുക. അതിനുശേഷം കുറച്ചൊന്ന് നോക്കിയിട്ട് മാത്രം സ്ട്രെങ്ത് ഏകദേശം ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ബാലൻസ് കൂടി നോക്കിയിട്ട് മാത്രം ഈ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ മതി. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്മൾ ബോഡി ഒന്ന് റേസ് ചെയ്ത് നിന്നു. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് ചെയ്ത സ്ഥലത്ത് ബോഡി ഒന്ന് റേസ് ചെയ്തു, ഹീലൊന്ന് റേസ് ചെയ്തിട്ട് ഇനി ബോഡി കണ്ടോ മുട്ട് കൈയിലേക്ക് നമ്മുടെ എൽബോയിലേക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്തിട്ട് കാല് നമ്മൾ ഫ്രീ ആക്കി. നേരത്തെ നമ്മൾ കാലിലാണ് സപ്പോർട്ട് ചെയ്തത്, ഇത്തവണ നമ്മൾ ബോഡിയിലേക്കാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരിക. ഇനി ഇവിടുന്ന് ഹെഡ് ഒന്ന് പതിയെ താഴേക്കൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ഹെഡിലേക്കും കയ്യിലേക്കും കൂടി സപ്പോർട്ട് കൊടുക്കുക. കാല് പതിയെ ഒന്ന് റേസ് ചെയ്യുക. ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്യുക, ഒന്ന് ബാലൻസ് ചെയ്യുക. ആദ്യത്തെ സ്റ്റേജൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ ലെഗൊക്കെ എവിടെയെങ്കിലും പോയി അടിച്ചു കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. കണ്ടോ, ഈ പൊസിഷനിൽ നിന്നിട്ട് നോർമൽ പുഷപ്സ് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്തിട്ട് അപ്പ് ചെയ്യാം. അപ്പ് ചെയ്തതിന് ശേഷം ബാക്കിൽ നിന്ന് ഒരു കാലെടുത്തിട്ട് ഈ സ്റ്റാൻഡിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ, നമ്മൾ ഈ സ്റ്റാൻഡ് രണ്ടും വെച്ചേക്കുന്നതിൻ്റെ സെൻറ്ററിൽ വേണം ഈ കാല് വരാണ്ട്. ആണ് ഇതിവിടെ വന്നതിന് ശേഷം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റാൻഡിൽ നല്ല ഡീപ്പായിട്ട് തന്നെ നല്ല മുറുക്കി തന്നെ പിടിച്ചേക്കുക. ഇതിന്ന് ലൂസ് ചെയ്ത് പോരുത്. എന്നിട്ട് സീറ്റ് താഴേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാല് ഇതുപോലെ ഉണ്ടോ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ ബാക്കിലേക്ക് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ബാക്കിൽ വെച്ചേക്കുന്ന കാലിലേക്ക് ബോഡി ഉണ്ടോ ഇതുപോലെ. എന്നാൽ ഇവിടുന്ന് ഈ കാല് നീങ്ങി പോവുകയും ചെയ്യരുത്. കൈ രണ്ടും ഇവിടെ പിടിക്കുകയും വേണം. കാലിങ്ങനെ വെച്ചുകൊണ്ട് ഉണ്ടോ ബാക്കിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാല് ഫുള്ളായിട്ട് ഈ ഭാഗം ഫുള്ളായിട്ട് ടച്ച് ചെയ്യുക. അടുത്ത കാല് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന കാലും സീറ്റ് ടോട്ടലി ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തായിരിക്കുന്നത്. കൈ ഇവിടെ നിന്ന് വിടാതെ ഇവിടെ പിടിക്കുകയും ചെയ്യണം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെഡ് ഈ കാൽമുട്ടിലേക്ക് കണ്ടാ ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുന്ന രീതിയിൽ കാൽമുട്ടിലേക്ക് അതല്ലെങ്കിൽ ഫ്ലോറിലേക്കോ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഡൗൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും ക്യാച്ച് വിടാതെ മുന്നിലേക്ക് തന്നെ വരിക. ഇവിടെ നന്നായിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇത് ബാക്കിലേക്ക് പോവുക, ടച്ച് ചെയ്യുക, തിരിച്ചു വരിക. ഇതും ഒരു 10 തവണ വീതം 2 ലെഗും ചേഞ്ച് ചെയ്ത് അടുത്ത കാലം ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു പൈക്ക് പുഷപ്പ് കൂടി എടുക്കാം. അപ്പോൾ പൈക്ക് പുഷപ്പ് എടുക്കുന്ന സമയത്ത് ഉണ്ടോ ഇത് ഈ ഒരു ആംഗിളിൽ തന്നെ വെക്കുക. എന്നിട്ട് കാല് മാക്സിമം ബാക്കിലേക്ക് പോവാതെ ഉണ്ടോ ഈ ഒരു ആംഗിളിൽ തന്നെ വെക്കുക. സീറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റേസ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് താഴേക്ക് ഡൗൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ പുഷപ്പ് എടുക്കുന്നത്. ഉണ്ടോ ഇതുപോലെ. ഇത് ഷോൾഡറിലേക്കും കൈകളുടെ ട്രൈസിലേക്കൊക്കെ നല്ലൊരു ഫോഴ്സ് വരുന്നു. ഇതും 15 വീതം 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ